ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ടുള്ള ഒരു ബോംബെ ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മളെ കയ്യിൽ തേങ്ങ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചട്നി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനായിട്ട് ഞാനിതവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കട്ടകളൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് അതുപോലെ തന്നെ ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് വരെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമുക്കിത് റെഡി ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അത്യാവശ്യം വലിയൊരു പാത്രം എടുത്താൽ ഞാനിവിടെ ഒരു വലിയ പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 കപ്പിന് 4.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. എന്നാലേ ആ ഒരു ചട്നിക്ക് നമ്മളിത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് കട്ട പിടിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിത് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ പാൻ ഒന്ന് തുടച്ചിട്ടോ കഴുകിയിട്ടോ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന്, അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണ് പരിപ്പ് കടലില്ലേ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അങ്ങ് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം നമുക്ക്, എന്നാലേ നമ്മളെ ഈ ഒരു ചട്നിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടി പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 പച്ചമുളക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്നങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടും. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള കടലമാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഇളക്കി കൊടുക്കാൻ, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തിക്കായിപ്പോവും. അതുമല്ല ഇത് കുക്കായിട്ട് വരികയില്ല, അതിൻ്റെ ഒരു പച്ച ഒരു ടേസ്റ്റ് അതുപോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതിങ്ങനെ ചെറുതായിട്ട് തിക്കായി വരുന്നുണ്ട്. നമ്മൾ ചെറിയ തീയിൽ വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് തിക്കായി വരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പച്ച ഒരു ടേസ്റ്റൊക്കെ അങ്ങ് പോയി കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ബോംബെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഇനി ഒരല്പം മല്ലിയില, അതുപോലെ തന്നെ ഒരല്പം നാരങ്ങ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ആ ഒരു ബോംബെ ഫുഡിൻ്റെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയും പണിയില്ലോ ഈ ഒരു ബോംബെ ചട്നി തയ്യാറാക്കാൻ നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു അപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ചട്നി നന്നായിട്ട് ഞാൻ കൂട്ടി കഴിക്കുന്നുണ്ട്. ഇത് നമുക്ക് പൂരിയുടെ കൂടെയും അതുപോലെ തന്നെ ദോശ, ഇഡ്ഡലി, ചപ്പാത്തി അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്കിനി നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം.